ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചപ്പാത്തി നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കും. ഒരു ദിവസം ഇരുന്നാൽ പോലും നല്ല പഞ്ഞി പോലെ ഇരിക്കും. അതുപോലെ തന്നെ ഏത് പൊടിയിൽ ഉണ്ടാക്കിയാലും നല്ല പഞ്ഞിയായിട്ടുള്ള ചപ്പാത്തി കിട്ടും. അപ്പോൾ ആ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി നന്നായിട്ട് വേവിച്ചെടുത്താണിത്. ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ടിലേക്ക് നമുക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ റേഷൻ ഗോതമ്പ് വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴുകി പൊടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയാണിത്. അത് 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് നല്ല ചൂടോടുകൂടി തന്നെ ഇട്ടിട്ട് വേണം ഈ ഒരു പൊടി ഇതിനകത്തിട്ടിട്ട് മിക്സ് ചെയ്യാനായിട്ട്. എന്നിട്ട് നമുക്ക് ഒരു തവി വെച്ചിട്ടൊന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പൊടിച്ചിട്ട് മിക്സാക്കിയാലും കുഴപ്പമില്ല. പക്ഷേ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ടിട്ട് മിക്സാക്കണതാണ് കുറച്ചും കൂടി എളുപ്പം. ഇനി നമുക്കൊരു ചെറിയ ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പരന്ന പാത്രമോ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചൂടായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങ് വെന്ത ശേഷം നല്ല ചൂടോടുകൂടി തന്നെ വേണം അത് വെള്ളം ഊറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് വേണം നമുക്ക് പൊടിയും കൂടി ഇട്ടിട്ട് ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കാനായിട്ട്. നല്ല ചൂടോടുകൂടി തന്നെ കുഴച്ചെടുത്താലേ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരുവിധം ചൂടാറുന്നവർ ഈ രീതിയിൽ ഒരു പാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കയ്യിലോ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് അത്യാവശ്യം മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് അതിൻ്റെ വെള്ളം കുറച്ച് ചേർത്ത് കൊടുത്തിട്ടാണ് അത് ബാക്കി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളമോ ചേർത്തിട്ട് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളഞ്ഞിട്ട് പീസാക്കിയിട്ടാണ് വേവിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വെള്ളം നമുക്ക് ഇതിനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് തൊലി കളയാതെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഈ കൂട്ടിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഈ മാവ് അത്യാവശ്യം കൈകൊണ്ട് കുഴച്ചെടുക്കാൻ പാകത്തിലുള്ള ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് കുഴച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ നമുക്കിത് കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റൊക്കെ നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. അല്ലെങ്കിലും കുഴപ്പമില്ല, അപ്പോൾ തന്നെ ചുട്ടെടുത്താലും നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. ഞാനിപ്പോൾ ഇതൊരു 10 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒന്ന് അടച്ചിട്ട് നമുക്ക് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചപ്പാത്തി ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓരോ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ബോളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് ഒന്ന് പൊടി തൂവിയിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ അത്യാവശ്യം കട്ടി കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നമ്മളെല്ലാവരും ഇപ്പോൾ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അപ്പോൾ മിക്കവരുടെ വീട്ടിലും രാത്രി ചപ്പാത്തി ആയിരിക്കുള്ളൂ. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പലർക്കുള്ള പ്രശ്നം വളരെ ഹാർഡാവും, അതുപോലെ തന്നെ സോഫ്റ്റ്നെസ് ഒക്കെ ഇല്ല എന്നാണ്. പക്ഷേ ഈ രീതിയിൽ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയാൽ രാത്രി യൂസ് ചെയ്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ടും വളരെ നല്ലതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ വണ്ണം വയ്ക്കാനും അതുപോലെ വളർച്ച ഉണ്ടാവാനൊക്കെ ഈ ഒരു ഉരുളക്കിഴങ്ങ് നല്ലതാണ്. അപ്പോൾ ചപ്പാത്തിയിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്താൽ കുട്ടികൾക്കും വളരെ നല്ലതാണ്, അതുപോലെ തന്നെ മുതിർന്നവർക്കും വളരെ നല്ലതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിൽ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെ ചുട്ടെടുക്കണേന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനൊന്ന് നന്നായിട്ട് ചൂടായി വരണം. തീ കുറച്ചിട്ടിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഭയങ്കര ഹാർഡായിരിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വേണം ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ. എന്നിട്ടൊരു 10-30 സെക്കൻഡ് ജസ്റ്റ് ഒരു സൈഡ് ഇങ്ങനെ ഒന്ന് കോമളച്ച് വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കോമളച്ചൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ ഒരു 10-30 സെക്കൻഡ് വെച്ചിട്ട് അപ്പുറത്തെ സൈഡും അതുപോലെ വേവിച്ചെടുക്കാം. കുറച്ചുകൂടി സോഫ്റ്റ്നെസ് കൂടാനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ വേണമെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ തടവി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഒന്നും കൂടി മറിച്ചിട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചപ്പാത്തി 2 സൈഡും നന്നായിട്ട് കൊമളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി ചപ്പാത്തി എടുത്തിട്ട് അപ്പോൾ തന്നെ എടുത്തിട്ട് ഒരു കാസറോളിലാക്കിയിട്ട് അടച്ച് വെക്കണം. കാസറോളോ അല്ലെങ്കിൽ എന്തെങ്കിലും അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിലോ ആക്കിയിട്ട് അടച്ച് വെക്കണം. തുറന്ന് വെച്ചാൽ ചപ്പാത്തി നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഹാർഡായിട്ടിരിക്കുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതി. ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.